എല്ലാവർക്കും നമസ്കാരം. ഏവിയേഷൻ മൈൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് പൊന്നാനി റൂട്ടിലാണ്. ഇവിടെ ഫേമസ് ആയിട്ട് ഒരു സ്ഥലമുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, വരിക്കാശ്ശേരി മന. വരിക്കാശ്ശേരി മനയിലേക്ക് പോകാൻ റൈറ്റ് എന്ന് ഒരു ബോർഡ് കണ്ടു, അങ്ങനെ ഇവിടെ നിർത്തിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ മലയാള സിനിമയിലെ ഒരു ഈറ്റില്ലം എന്നൊക്കെ പറയുന്ന, അതായത് എല്ലാ ഫേമസ് നടന്മാരുടെയും സ്വന്തം വീടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലമാണത്, അല്ലെങ്കിൽ ഒരു മനയാണത്. അപ്പം ആ മനയിലെ വിശേഷങ്ങൾ കൂടുതലും ഞാൻ പറയുന്നില്ല. നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണുക, അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി സെറ്റിംഗ്സ്, അതായത് യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും വീഡിയോ ക്വാളിറ്റി സെറ്റിംഗ്സ് ഒരു HD, മിനിമം ഒരു HD അല്ലെങ്കിൽ ഒരു 720p ഒക്കെ ആക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പം നമ്മുടെ വണ്ടി ഇതാണ്. ഈ വണ്ടിയിലാണ് ട്രിവാൻഡ്രത്തു നിന്ന് ഞാൻ യാത്രയാണ്. അപ്പം നമുക്കിങ്ങനെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടു പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള സ്ഥലം കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ പോയി അവിടുത്തെ ഒരു 360 വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കാറിലേക്ക് കയറുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് വരിക്കാശ്ശേരി മനയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ഏരിയയിലാണ്. പാർക്കിംഗ് ഏരിയ നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയയാണ്. പക്ഷേ ഒരു പാടം, എന്താ പറയുന്നത്, ഒരു കൊയ്ത്ത് കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു പാടമാണ്. അപ്പോൾ വണ്ടി ഇറക്കി നമുക്ക് പാർക്ക് ചെയ്യാം. കൊയ്ത്തില്ലാത്ത സമയത്ത് ഈ സ്ഥലം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുമെന്നാണ്. എന്തായാലും നമ്മുടെ വണ്ടി അവിടെ ഇട്ടു. ഇതാണ് മന. അതിൻ്റെ എൻട്രൻസിലേക്ക് നമുക്ക് പോവാണ്. നോക്കാം, എന്തോ ചാർജസ് ഉണ്ട്, അത് എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ്. മനയിലേക്ക് കയറാൻ 30 രൂപയാണ് ഫീസ്. പിന്നെ 700 രൂപ ക്യാമറയ്ക്കും കൊടുക്കണം. മൊബൈൽ അല്ലെങ്കിൽ ചെറിയ ഗോപ്രോ പോലത്തെ ക്യാമറകളൊക്കെ ആണെങ്കിൽ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. ഇതുവരെയ്ക്കും ഫ്രീ ആണ്. Broken dreams in my pocket, golden thing round my neck like a locket. Carve your name in my mind, 'cause you call. ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് കാണിക്കാം. In my mind, 'cause you caught it, you caught it. You golden, golden, honestly you know it. Me under the street light at the young, so I could show you. You're golden, golden, honestly you're glowing. Me under the mezzanine just so that I could show you. You're golden, yeah, you're golden. You're golden, yeah. നമ്മൾ പലരും കണ്ടിരിക്കുന്നത് ആക്ച്വലി ഇവിടുന്നാണ് എൻട്രൻസ്. പല സിനിമയിലും 6-ാം തമ്പുരാൻ്റെ അതൊക്കെ ഇവിടെയാണ്, എന്താ പറയുന്ന, ആ മനയുടെ എൻട്രൻസ് കാണിക്കുന്നത്. ശരിക്കും ഇവിടെ അല്ല എൻട്രൻസ്. ശരിക്കും മനയുടെ ഇപ്പം നമ്മൾ നോക്കുന്ന സൈഡിൽ വലതുവശത്തൂടെയാണ് എൻട്രൻസ്. Bodies laid on the carpet, eye to eye, glistening. No, I saw it, I saw it. You're golden, golden, honestly you know it. Me under the street light.
ഇതാണ് ഇവിടുത്തെ അമ്പലം. അമ്പലത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല. ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്യാമറ ഉപയോഗിക്കുന്നത് ഇത് ചെയ്യുന്നു. ക്ഷേത്രക്കുളത്തിൽ അനുവാദമില്ലാതെ ഇറങ്ങുകയോ കുളിക്കുകയോ ചെയ്യരുത്. ഇതാണ് ക്ഷേത്രക്കുളം. ഇതൊക്കെ ഒരുപാട് സിനിമയിലുള്ളൊരു സ്ഥലമാണ്. Spoken dreams in my pocket, golden thing round my neck like a locket. Carve your name in my mind, 'cause you caught it, you caught it. You're golden, golden, honestly you know it. Me under the street light at the so I could show you. You're golden, golden, honestly you're glowing. Me under the mezzanine just so that I could show you. You're golden, yeah, you're golden, you're golden, yeah, you're golden, golden. Spoken dreams in my pocket, golden thing round my neck like a locket. Carve your name in my mind, 'cause you caught it, you caught it. You're golden, golden, honestly you know it. Me under the street light at the so I could show you. You're golden, golden, honestly you're glowing. Me under the mezzanine just so that I could show you. You're golden.
അപ്പം ആ കാണുന്നതാണ് വരിക്കാശ്ശേരി മന. അതിൻ്റെ കുറേ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ സംസാരം വളരെ കുറച്ചേ കാണത്തുള്ളൂ, കാരണം ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പം അവരൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വരും. ഒരുപാട് ഫാമിലീസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ആരെങ്കിലും നമ്മുടെ വീഡിയോക്കകത്ത് കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ്. പക്ഷേ നമ്മൾ മിക്ക സിനിമയിലും കണ്ടിരിക്കുന്ന ഒന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു എൻട്രൻസ് കാണിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ മനയുടെ എന്താ പറയുന്ന ഫ്രണ്ടിലുള്ള വരാന്തയുടെ നേരെ ഫ്രണ്ടിൽ ഒരു എൻട്രൻസ് കാണിക്കും. പക്ഷേ അത് രണ്ടുമല്ല, ഇവിടുത്തെ എൻട്രൻസ് ഇവിടുന്നാണ്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ കയറി വരുന്നത്. പക്ഷേ വണ്ടി ഇങ്ങോട്ട് അലോഡല്ല, പെർമിഷൻ എടുത്താൽ മാത്രമേ വണ്ടി അലോഡുള്ളൂ. ഇവിടെ കയറി വരുന്നതിന് 30 രൂപയാണ് ഫീസ്. മൊബൈലിൽ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല, കൊച്ചു ക്യാമറ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വലിയ വീഡിയോ ക്യാമറ ആണെങ്കിൽ നമുക്ക് 700 രൂപ ടിക്കറ്റിന് റേറ്റ് വരും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കയറിയോണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് റേറ്റ് ഒന്നുമില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതിൻ്റെ മുകളിലോട്ടൊരു ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. Bodies laid on the carpet, eye to eye, glistening. No, I saw it, I saw it. You're golden, golden. Honestly, you know it. Me under the street light at the end, so I could show you. You're golden, golden. Honestly, you're glowing. Me under the mezzanine, just so that I could show you. You're golden. Hey, you're golden. You're golden. Hey, you're golden. Golden. You're golden. Yeah, you're golden. You know it. Yeah, you're glowing. Golden. നമ്മളിവിടെ പല ഏരിയയിൽ പോയി. ശരിക്കും നമ്മൾ സിനിമയെ കാണുമ്പം ഇവർ മൊത്തം സെറ്റിട്ട് വ്യത്യാസം വരുത്തും. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫീലേ വരത്തില്ല ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ അപ്പുറത്തെ മനയുടെ. നമ്മൾ കണ്ടിട്ടുള്ള പോലെയല്ല, മൊത്തം വ്യത്യാസമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ മന കണ്ടിട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ മനയായിട്ട് തോന്നും. പക്ഷേ നമ്മൾ പല സിനിമയിലും അതുപോലെ സീരിയലിൽ, ഷോർട്ട് ഫിലിംസിലൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ടാണ് കാണുന്നത്. ഇത് ഈ ബിൽഡിംഗ് അങ്ങനെ തന്നെ ഇരിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര വ്യത്യാസമാണ്. നല്ല ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന മൊത്തമൊന്നും വന്നെന്ന് വരത്തില്ല, എങ്കിലും നമുക്ക് കാഴ്ചകളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വരിക്കാശ്ശേരി മനയിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ കുറച്ചേ ഉള്ളൂ, ഞാനൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പല റൂംസും അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് എൻട്രൻസ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ എൻട്രി പോസിബിൾ അല്ല. മുകളിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്, പക്ഷേ ഇന്ന് അങ്ങോട്ട് എന്തായാലും കയറ്റി വിടുന്നില്ല. പിന്നെ നമ്മൾ രണ്ട് ബിൽഡിങ്ങിൻ്റെ എടുത്തു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക എന്താണ് റീസൺ എന്നുള്ളത്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഈ പുതിയ ടൈപ്പ് ഓഫ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു 360 വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും നന്ദി, നമസ്കാരം, ബായ്. മനയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഇതാണ് ആക്ച്വലി മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞത്, നേരത്തെ പറഞ്ഞല്ലോ.
അപ്പം കൂടുതൽ കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത സ്ഥലം തേടി ഞാൻ യാത്ര തുടരുകയാണ്.